ഇഞ്ചിക്കറിയാണോ? അല്ല. പുളിങ്കറിയാണോ? അതുമല്ല. പിന്നെന്താണ് സുഹൃത്തുക്കളെ? നമ്മുടെ കറ്റാർവാഴ ഇഞ്ചി മിക്സാണ് ഇട്ടത്. ഇഞ്ചിയൊക്കെ കാണുമ്പോൾ വിചാരിക്കും ചേച്ചി എന്തോ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നേക്കണം. പക്ഷെ തെറ്റിപ്പോയി ഗൈസ്. നമ്മളന്നൊരു അടിപൊളി ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ. നമുക്കിതിൻ്റെ തോലുലിക്കാം കേട്ടോ. നമുക്ക് നന്നായി തോലുലിച്ച് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായി കത്തി വെച്ചത് ചുരണ്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചി 2 കഷ്ണം ഇഞ്ചിയാണ് എടുത്തത്. ഇത് എൻ്റെ വീട്ടിൽ ഉണ്ടായ ഇഞ്ചിയാണെന്ന് എനിക്ക് പറയുന്ന ആഗ്രഹമുണ്ട്. പക്ഷേ അമ്മ അപ്പുറത്തുള്ളതിൻ്റെ പേരിൽ പറയാൻ പറ്റില്ല. കാരണം അമ്മയാണ് ഇന്ന് കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ നമുക്ക് നന്നായി ചുരണ്ടെടുക്കാം. 2 കഷ്ണം ഇഞ്ചി എന്തായാലും വേണം കേട്ടോ. അടുത്തായിട്ട് വേണ്ടത് നമുക്ക് കറ്റാർവാഴ കേട്ടോ. കറ്റാർവാഴ ഒരെടുത്തിട്ടുണ്ട്. അതാണ് പൂച്ച മാന്തിയ. നമ്മുടെ വീട്ടിൽ പൂച്ചില്ല. അപ്പോൾ പിന്നെ പൂച്ച മാന്തിയല്ല, കത്തിയങ്ങാണ്ട് കൊണ്ട് മുറിഞ്ഞാണ്. പിന്നെ നമുക്ക് രണ്ടാമത്തെ നമ്മൾ ആദ്യം പറഞ്ഞതാണ് ഇഞ്ചി. നമുക്കിതിനെ മിക്സിയിൽ അരച്ചുകൊണ്ട് വരണം. ഓരോന്നിനും സെപ്പറേറ്റ് ഇട്ട് വേണം കേട്ടോ അരയ്ക്കാനായിട്ട്. ആദ്യം കറ്റാർവാഴ അരച്ചെടുക്കുക, എന്നിട്ട് നമുക്ക് ഇഞ്ചി അരയ്ക്കാം. അപ്പോൾ കറ്റാർവാഴ ഞാൻ മിക്സിയിൽ അരച്ചതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഒരു കാര്യം കൊണ്ട് പറയട്ടെ, എന്തായാലും വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം കേട്ടോ. കാരണം ഇഞ്ചിയുടെ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അത്രയും നമുക്ക് എഫക്റ്റ് വേണ്ട. അപ്പോൾ നമുക്കതൊരു ഡയലൂഷൻ എന്തായാലും അത്യാവശ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഡയലൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ രണ്ടും സെപ്പറേറ്റ് അരച്ചെടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഏകദേശം ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനൊരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടാണ് അടിച്ച് എടുത്തേക്കണേ. അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഇതിലോട്ട് നമ്മൾ ഏത് വെളിച്ചെണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ഒരു 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. 2-3 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല, കുറയാതിരുന്നാൽ മതി. എന്തായാലും മിനിമം എന്തായാലും ഒരു 2 ടീസ്പൂൺ എന്തായാലും ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് മുറുക്കിയ വെളിച്ചെണ്ണയാണ്. അപ്പോൾ അത് കഴിയാറായി തുടങ്ങി. അപ്പോൾ നിങ്ങൾ ഏത് വെളിച്ചെണ്ണയാണോ യൂസ് ചെയ്യണത് അത് ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ ഒഴിച്ചുകൊണ്ടും പ്രശ്നമില്ല. പിന്നെ നമ്മുടെ കാസ്റ്റർ ഓയിൽ ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തലയിൽ തേച്ച് കൊടുക്കാം. അപ്പം ഞാൻ നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ ഡാൻഡ്രഫ് റിമൂവലിന് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ അത്യാവശ്യം എൻ്റെ തലയിൽ ഡാൻഡ്രഫൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയർ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഈ ഡാൻഡ്രഫും മുടി കൊഴിച്ചിലൊക്കെ എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഹെയറൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.